കിട്ടിയ ഞാനിതാ. അതെ അതെന്നൊന്ന് വിട്. ഇനിയിപ്പ ക്ലാരാന്റെ അത് മതി. അതും കൂടെ വലിച്ചു കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നാമത്തെ ഇത് കലിവ് പിടിച്ചിരിക്കുക. എടാ എന്നാലും ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെയാണോടാ ചെയ്യാ? അവർക്ക് ഒരു വാക്ക് എന്റെ അടുത്ത് പറഞ്ഞുകൂടായിരുന്നോ? ഫ്രണ്ടെന്ന് പറയാൻ പറ്റില്ലോ, ചതിക്കാൻ വേണ്ടി വന്ന ആൾക്കാരല്ലേ. എന്റെ കാര്യം കണ്ടില്ലേ? എടാ നീ ഒരു മണ്ടനാണെന്നെങ്കിലും വെക്ക. ഞാൻ അങ്ങനെയാണോ? ഇത്രയും ബുദ്ധി ഉണ്ടായിട്ട് അവൾ എന്നെ പറ്റിച്ചിട്ട് പോയില്ലേ? ആഹാ അപ്പൊ അങ്ങനെ. അതെ വേറൊന്നല്ല, നിത്യ കാരണം തന്നെ ഞാൻ പെട്ടുപോയത്. ആ സിനിമയുടെ കേസ് എനിക്ക് വീക്ക്നെസ് ആണെന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ ആ ആയുധം എടുത്തിട്ട് എനിക്കിട്ട് പ്രയോഗിച്ചത്. മനസ്സിലായോ? എടാ അവൾ അമ്മാതിരി ആക്ടിങ് ആയിരുന്നില്ലേ? ഞാൻ നിന്നെ കൊണ്ടൊക്കെ കുറ്റം പറയുമ്പോഴേ അവള് പറയും ഇങ്ങനെയൊക്കെ കുറ്റം പറയാമോ, മനുഷ്യന്മാരായ നല്ല രീതിയിലായിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് തള്ളുന്ന കേട്ടിട്ട് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ എന്താ ചെയ്യാ. പോയി, അതും പോയി, അതും കൊണ്ടുപോയി. ഇതുങ്ങളെയൊക്കെ എന്ത് ചെയ്യണം? കൈ കിട്ടിയ കുത്തി കൊല്ലണം. ആന്റി. ആരാ? ഞാൻ ആന്റി, കിരൺ. കിരണിന്റെ അനിയനാണോ? ആന്റി ശരിക്കും കിരൺ. കിരണോ? അതെ. നിനക്കെന്താ ഇത്ര മാറ്റം? ഞാൻ വീട്ടിൽ പോയിട്ട് വന്ന. കിരാ എന്തോ സ്വത്ത് കിട്ടിയോ? കിട്ടി സ്വത്ത് കിട്ടി. കിട്ടിയോ? ഇവിടെ എന്താ പ്രശ്നം? എല്ലാരും ടെൻഷൻ അടിച്ചു നടക്കും. എന്റെ കിരൺ മോനെ ഒന്നും പറയണ്ട. നീ ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ട് ആന്റിക്ക് കഷ്ടകാലമാടാ. ആന്റിക്ക് അത് എപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ വീട്ടിൽ സമാധാനം ഉണ്ടായിരുന്നു. നീ മാത്രം മതിയായിരുന്നു. നീ മാത്രമായിരുന്നപ്പോ ഞാൻ എന്ത് മനസമാധാനത്തോടെ ജീവിച്ച ഒരു വീടാ. ആന്റി ഇപ്പൊ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാ ഞാനിത് സോൾവ് ചെയ്യാം. അല്ല ഇപ്പൊ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു. അല്ല നിന്റെ ഭാഷയ്ക്ക് എന്തോ ഒരു പ്രത്യേകത. അത് ഞാൻ പറ്റുന്നത് US-ലാന്ന് വിചാരിച്ചു. യൂണോ, അത് അമേരിക്ക, ഇത് ആലിഞ്ചോട്. ഇവിടെ വാ, ഈ കളത്തി വന്ന് കളിക്കും. അതെ രണ്ടുപേര് മിസ്സിംഗ് ആയിരുന്നു. കാണാൻ എനിക്ക് സംഭവം എന്താ? ഒന്നും പറയണ്ട കിരൺ മോനെ. നിത്യമോള് കൊണ്ടുവന്ന വള്ളിക്കെട്ട. ഇപ്പൊ എന്ത് ചെയ്യും? നിത്യമോളും അല്ല, കിരണും അല്ല, ജീവമോനും അല്ല പ്രശ്നം. ആ നിത്യമോള് കൊണ്ടുവന്ന ആ മറ്റവളില്ലേ, അവളാ പ്രശ്നം. അവള് നൈസിൽ ഇവിടെ വലിഞ്ഞു കയറിയിട്ട് മറ്റവനെയും കൊണ്ടുവന്ന് ഇവിടെ ചാടിച്ചു. എന്നിട്ട് രണ്ടും കൂടി ഇവിടുന്ന് മുങ്ങിയത് പോരാഞ്ഞിട്ട് ഇവിടുത്തെ മൊന്തയും സ്പൂണും എല്ലാ സാധനവും എടുത്തോണ്ട് പോയി. മുന്തയും സ്പൂണും ഒക്കെ എടുത്തിട്ട് പോയോ? എന്തിനു പറയുന്നു? ഫ്രിഡ്ജിൽ ഇരുന്ന് ഒരു കവർ പാല് വരെയും കൊണ്ടുപോയി. ഭയങ്കര കഷ്ടമായി പോയി. കിരൺമോയെ എന്തോ ആന്റിക്ക് വല്ലാണ്ട് പേടി വരുന്നടാ. ആന്റി പേടിക്കണ്ട. അവർക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാരും കുടുങ്ങും. അയ്യോ അവര് ചത്തുപോയെന്ന് ഇപ്പൊ പറഞ്ഞല്ലോ ഒരു. അയ്യോ അന്നാ കിരൺ മോൻ ഉൾപ്പെടെ കുടുങ്ങും. ഞാൻ 2 ദിവസം വീട്ടിൽ പോയിക്കല്ലായിരുന്നു. ഞാൻ അങ്ങനെ കൊടുക്കും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. പോലീസുകാരതൊന്നും പറഞ്ഞ കേൾക്കത്തില്ലല്ലോ. പെടുമ്പോ നമ്മളെല്ലാരും പെടും. ആ ഒരു കാര്യം ചെയ്യാണ്ടേ, ഞാൻ നോക്കിക്കോളാം. ആന്റി പേടിക്കണ്ട. ആന്റി തന്നെ വിശ്വസിച്ച് നിന്നോളൂ. ഞാൻ റെഡിയാക്കിയിട്ട് വരാം. റെഡിയാക്കുമായിരിക്കും അല്ലേ? എന്തെങ്കിലും മാർഗം ഉണ്ടാവും, പക്ഷെ അത് നമുക്ക് പെട്ടെന്നൊരു ഐഡിയയിലോട്ട് കിട്ടൂല. എടാ ഈ IMI നമ്പർ വെച്ചിട്ട് ട്രാക്ക് ചെയ്തിട്ട് പിടിക്കുന്ന ഒരു സംഭവമില്ലേ? വിളിച്ചിട്ട് മൊബൈൽ സ്വിച്ച് ഓഫ് ആണെന്നല്ല പറഞ്ഞു. അതെ, ആ മൊബൈൽ സ്വിച്ച് ഓഫ് ആണെങ്കിൽ IMI നമ്പർ ഒന്നും വർക്കൗട്ട് ആവില്ല. നോക്കിയിട്ട് കാര്യമില്ല. ഇനിയിപ്പോ എന്താടാ ചെയ്യാ? ഞാൻ പറയുവാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഈ സത്യം പറഞ്ഞിട്ട് നമ്മള് ഈ കീഴടങ്ങുന്ന ഒരു പരിപാടിയില്ലേ. നിങ്ങൾ രണ്ടുപേരും ഒന്നും കൊണ്ടും പേടിക്കണ്ട. ആന്റിയോട് പറഞ്ഞ് ഞാനെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. യു ഗൈസ് ഡോണ്ട് വറി എനിത്തിങ് എവറിത്തിങ് ആൻഡ് നത്തിങ്. ഓക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടാ. ഞാൻ കുറച്ച് ബുദ്ധിപരമായിട്ട് കുറെ കാര്യങ്ങൾ ആലോചിച്ചു. നീയാ? എന്താടാ എനിക്ക് പറ്റത്തില്ലേ? അല്ല കേക്കട്ടെ, നിന്റെ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ കേക്കട്ടെ. നമുക്ക് ഫോണിന്റെ IMI നമ്പർ വെച്ചിട്ട് ട്രാക്ക് ചെയ്താലോ? എടാ സ്വിച്ച് ഓഫ് ആയിട്ടുള്ള ഫോണിന്റെ IMI നമ്പർ കിട്ടിയിട്ട് എന്ത് കാണിക്കാനാ? അങ്ങനെ മാറ്റി. ഇതൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങള്. ഇതാണ് ഇവന്റെ വലിയ ഐഡിയ. ഇവന് നിന്റെ അത്ര ബുദ്ധി പോലും ഇല്ല. ഇതൊക്കെ വരുത്തി വെച്ച നീയല്ലേ? നിങ്ങൾ രണ്ടുപേരും അല്ലേ? എന്നാ ഐഡിയ ഇറക്കും. എടാ അബദ്ധം എല്ലാവർക്കും പറ്റും. അതിന് ഇപ്പൊ ഇത്രയും വലിയ പറയേണ്ട കാര്യമൊന്നുമില്ല. അബദ്ധമാണല്ലോ പറ്റിയത്. ഞാൻ വേറൊരു ഐഡിയ പറയട്ടെ. നിന്റെ ഒരു ഐഡിയ കൂടെ പറ കേക്കട്ടെ. ഇവള് കുറ്റം പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഐഡിയ പറയാം. ഓ പിന്നെ ഞാൻ കുറ്റം പറയാനിരിക്കല്ലോ, ഒന്ന് പോടാ. അല്ല നിത്യ അവൻ പറയട്ടെ, അവന്റെ ഐഡിയ എന്ന് പറയട്ടെ. അവർ രണ്ടുപേരും പോയ സ്ഥലം നമുക്ക് ട്രാക്ക് ചെയ്താലോ? ചിരിപ്പിക്കല്ലേടാ, ടെൻഷനിൽ നിൽക്ക. ടെൻഷൻ അടിക്കാനെങ്കിലും വിട്. ഞങ്ങള് അല്ല നമുക്കത് പത്രത്തിൽ കൊടുത്ത് മറ്റേ കൊറോണ സമയത്ത് ചെയ്യുന്ന പോലെ പരിപാടി. ഈടാ അതൊക്കെ മറ്റേ ഡാം പൊട്ടുന്നു കൊറോണ കേസൊക്കെ അവരെടുക്കത്തുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഇതും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്നാൽ നമ്മളെ പിടിച്ചകത്തിടും. നിനക്ക് അത്രയും ചിന്തിക്കാനുള്ള ബോധം പോലും ഇല്ല. വാ തുറന്ന് എന്തെങ്കിലും പറ, ചുമ്മാ ഇങ്ങനെ ഇരിക്കാതെ. എനിക്ക് താല്പര്യമില്ല പറയാൻ. നീ ഒന്ന് പോയേടാ.
ഒരു കാര്യം ചെയ്യാം, നമുക്ക് കീഴടങ്ങിയാലോ? അതിന് ആന്റി സമ്മതിക്കണ്ട. ഞാൻ റെഡിയാ കീഴടങ്ങി. ഇത്രയും ടെൻഷൻ അടിക്കുന്നതിലും ഭേദം അവിടെ പോയി കീഴടങ്ങുന്നതാ. ഞാൻ വന്ന അതിനല്ല, നിങ്ങൾ രണ്ടുപേരെയും ആന്റി വിളിക്കുന്നു. എനിക്കിങ്ങ് വയ്യ. എനിക്കൊരു മൂടില്ല. ആഹാ, എന്നാ കിടപ്പാടം എടുത്ത് രണ്ടുപേരും ഇറങ്ങിക്കോ. ഞങ്ങള് വരാം. കറക്റ്റ്, വരും. ഫോളോ മീ. എന്റെ പക്ഷോ കുറെ എത്തുമ്പോഴാ അവന്റെ വാഴ വെട്ടല് മാറി നടന്നോ. ഷാളായി, ആന്റിക്ക് കുറച്ച് നിങ്ങളോട് കാര്യങ്ങൾ പറയാനുണ്ട്, അത് ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ? ആന്റി പറഞ്ഞു. ഇനിയിപ്പോ എന്ത് പറയാനാ? നിങ്ങൾ രണ്ടുപേരും കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? ഇതിനെന്താ ഒരു സൊല്യൂഷൻ? നമുക്ക് റാഡിക്കലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ആന്റി, ഇതൊരു വലിയ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് പിള്ളേർക്ക് വരുന്നൊരു രോഗം. അതല്ല, ഇതൊരു ഭയങ്കര ഭീകര പ്രശ്നമാണ്. മനഃപൂർവ്വം ചെയ്തതല്ലോ. നീ എന്റെ മുഖത്തോട് നോക്ക്, എവിടെ കുഴി കൊണ്ട് ചാടിച്ചേക്കുന്നു. ഇല്ല ആന്റി, ആന്റി അരമണിക്കൂറിൽ പറഞ്ഞു വിടാം ആന്റി. ഞങ്ങള് മൂലം ഒരു പ്രശ്നം ഉണ്ടാവൂല. അതെ, ഇനി ആന്റി പറഞ്ഞത് ശ്രദ്ധിച്ച് കേട്ടാ മതി. ഞങ്ങള് മാപ്പ് സാക്ഷിയായിട്ടാണെങ്കിലും ആന്റിനെ ഞങ്ങള് രക്ഷിക്കും. അല്ലടാ? ഒന്ന് കോടതി ഒന്ന് വരേണ്ടി വരും. കോടതി വരണോ ആന്റി? അപ്പൊ ഞാൻ കുടുങ്ങുന്ന പിന്നല്ലേ. അല്ല, ആന്റീനെ മാപ്പ് സാക്ഷിയായിട്ട് ഞങ്ങള് പ്രതികളായിട്ട് ഞങ്ങള് സംസാരിച്ചോളാം. ആയാലും കുഴപ്പമില്ല. ഇനിയൊന്നും വേണ്ട, ആന്റി പറയും. ആന്റിക്ക് പറഞ്ഞു. എന്നെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഊരി തന്നാ മതി. കിടക്കാനായിട്ട് ഒരു ഇടം നൽകി. അത്ര ഒരു തെറ്റേ ഞാൻ ചെയ്തു പോയുള്ളൂ. എന്നാലും നിങ്ങൾ മഹാപാപാണല്ലോടാ ചെയ്തത്. കണ്ണി ചോരയില്ലാത്ത നിനക്ക് വെരി ബാഡ്. ഓർത്തിട്ട് തന്നെ എന്റെ തല പൊട്ടിത്തെറിയും. അല്ല, വൈബ്രേഷൻ ഫോണ്. ആര്യ വിളിക്കുന്നത്? അയ്യോ, ആര്യല്ല, ആര്യയുടെ പ്രേതമായിരിക്കും. ആര്യ, പ്രേതം നീ എടുക്ക്. നീ എടുത്താ ഞാൻ എടുക്കാം. ആരേലും ഒന്ന് ഇട്. പ്രേതം വിളിക്കൂല, മനുഷ്യന്മാരെ വിളിക്കും. ഹലോ, ഫോൺ ആർക്കെങ്കിലും കിട്ടിയതായിരിക്കും. ലൗഡ് സ്പീക്കർ ഇട്, ലൗഡ് സ്പീക്കർ ഇട്. ഹലോ. ഹലോ, ഞാൻ വിഷ്ണു നമ്പൂതിരായിരുന്നേ. ഇവിടെ മറ്റേ ബിലാല്. അവന്റെ പ്രേതമാ, അവന്റെ പ്രേതമാ. എടാ തിണ്ടി, നീ എവിടെയാണോ? അതെ കൂട്ടുകാരെ, നിങ്ങൾ ഭവ്യത വഹിക്കുക, ഞാൻ പറയുന്നൊന്ന് കേൾക്കുക. നീ എടാ, നിന്നോടൊന്നും പറയാനില്ലടാ തെണ്ടി. നിന്നെ സ്നേഹിച്ചതല്ലടാ നീ ഞങ്ങൾക്ക് പണി തന്നോണ്ട് പോയത്. പട്ടി ഇല്ല, ഇവൻ പറഞ്ഞ കേട്ടേനെ ഞാനൊന്ന് അനുഭവിക്കുന്ന ഇപ്പം. പറയടാ, നിന്റെ വായിൽ നോക്കാലിരിക്കലും പറ. നീ ജീവിച്ചിരിപ്പുണ്ടോടാ, അതാ എനിക്ക് പറയേണ്ടത്. എടാ, നിന്റെ മറ്റവള് എവിടെയാടാ? കൂയ. അവൾ എന്തൊക്കെയായിരുന്നോടാ എന്നോട് പറഞ്ഞത്? ഞങ്ങൾ ഇത്രയും ടെൻഷൻ അടിപ്പിച്ചിട്ട് നീ അനുഭവിക്കടാ, അനുഭവിക്കടാ. ഹലോ, ഒന്ന് ഹലോ ഹലോ, ഞാൻ ഒന്ന് സംസാരിച്ചോട്ടെ. പറമോനെ. ഹലോ, ആന്റി അല്ലേ? ഞാനാ മോനെ. എന്റെ 3 മൊന്തേ 2 സ്പൂണും ഒരു മാലയും മോനെ എടുത്തായിരുന്നോ? അയ്യോ, അത് ഞാൻ എടുത്തിട്ടില്ല. ഞാൻ വിളിച്ചതേ, ഞങ്ങളുടെ അവസ്ഥ അതായിരുന്നു. ആര്യയുടെ പേരൻസേ ഇച്ചിരി പ്രശ്നക്കാരാണേ. അത് ആര്യയുടെ കൂട്ടുകാരി നിത്യക്ക് അറിയാതെ അവര് പെരിയമാനാള് വെട്ടി തുണ്ടമാക്കിയിടും. എടാ, അതിന് നീ ഞങ്ങളുടെ നെഞ്ചത്തോട്ട് കയറണോടാ. നിനക്ക് വേറെ എവിടെ കിട്ടിയില്ലടാ പോവാനായിട്ട്. ഒന്നും മിണ്ടാതിരി. അതെ മോനെ, നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ ജീവനോടെ ഉണ്ടല്ലോ അല്ലേ? ആ, ഞങ്ങള് ജീവനോടുണ്ടല്ലോ. കർത്താവിന് സ്തോത്രം. നിങ്ങൾ നന്നായിട്ടിരിക്കട്ടെ. ആടാ, ഞങ്ങള് ക്ഷമിച്ചടാ. നീയും ആരെയും കൂടെ ഒരു ദിവസം ഇങ്ങോട്ട് വരണേ. വരാം. ശരി, നന്ദി. ഒരു വലിയ തലവേദന ഒഴിഞ്ഞ് നമ്മള് ജയിലിൽ പോകേണ്ടി വരത്തില്ലല്ലോ, അത് തന്നെ വലിയ കാര്യം. ഇവനായിരുന്നു ഏറ്റവും വലിയ സൂക്കേട്. ഞങ്ങളെ കണ്ട് വലിയ കുറ്റവാളികളെ പോലെ. അല്ലടാ, നീ എന്തൊക്കെയായിരുന്നടാ നിന്റെ ഷോ? ആന്റി, ഇതില്ല ഇവിടുത്തെ പ്രശ്നം. റൂട്ട് മാപ്പ് മൊന്ത എവിടെ പോയി? അതാണ്. എന്നാലും എന്റെ 3 മൊന്തേ 2 സ്പൂണും ഒരു മാല എവിടെ പോയി? ഞങ്ങൾക്ക് ഉത്തരവാദിത്തം ഇല്ല. ഞങ്ങൾ ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ടില്ല. ചോദിക്കാൻ ആ ഇല്ല, നിങ്ങൾ എടുത്തില്ലല്ലോ. പിന്നെ അവരും എടുത്തിട്ടില്ല, മോനും എടുത്തിട്ടില്ല, ഞാനും എടുത്തിട്ടില്ല. അപ്പൊ എടുത്ത ആളെ എനിക്ക് മനസ്സിലായി. ആരാ? അത് നിങ്ങൾ അറിയണ്ട. എടുത്ത ആളെ എനിക്ക് മനസ്സിലായി. കൊടുക്കാൻ ഞാൻ പണി. എന്റെ 3 മോന്ത 2 സ്പൂണ് ഒരു മാല ഇതിന് ഞാൻ വെച്ചിട്ടുണ്ട്. ഹലോ, എടാ വർക്കി, നീ തീർന്നടാ.
തീർന്നു.